ഹലോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കല്ലേ. അപ്പോൾ നമ്മുടെ ആവണീസ് വ്ലോഗിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തായാലും രാവിലെ തന്നെ തീയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ചുള്ളി വിറകുകൾ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമ്മൾ വര വെച്ചത് അതുകൊണ്ട് തന്നെ നല്ല ചൂടായിട്ടിരിക്കുന്നുണ്ടായിരുന്നു വിറക്. നമ്മൾ വൈകുന്നേരം വരെ തീ കത്തുള്ളൂ. അപ്പോൾ അതിങ്ങനെ താഴെ തന്നെ വെക്കുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് കത്തി കിട്ടും. എന്തായാലും നമ്മൾ ആദ്യത വെള്ളം വെച്ച് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ കഞ്ഞിക്ക്. അത് നമ്മൾ ഡയാനയ്ക്കുള്ള ഫുഡ് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രാവിലെ ചാരമൊക്കെ കുരിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ചാരമൊക്കെ അവിടെ ഇവിടെ കുറച്ചൊന്ന് പൊടിയൊക്കെ തെറിച്ചിട്ടുണ്ടോ. അത് കയ്യോടെ തന്നെ തുടച്ച് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു തൂക്കുപാത്രത്തിൽ എന്താണെന്നല്ലേ, ഈ ഒരു തൂക്കുപാത്രത്തിലുള്ളത് വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ഞാനത് കല്ല് ചൂടാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കല്ല് ചൂടാൻ വെച്ചപ്പോഴേ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് കുറേ ഇവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് തന്നെ ഈ ദോശ. പക്ഷേ ദോശയിൽ ഒരു വെറൈറ്റി ദോശ കേട്ടോ നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അതിൻ്റെ ഇതാ മെയിൻ സംഭവമാണ് ഈ ഒരു മാവ്. അപ്പോൾ ഇതാ മാവിന് എന്ത് ഈ കളറെന്ന് ആയിരിക്കില്ല ഇപ്പോൾ എല്ലാവരും സംശയിക്കുന്നുണ്ടാവുക. അത് വേറൊന്നുമല്ല കേട്ടോ. നമ്മളിന്നലെ അപ്പത്തിന് മാവ് അരച്ച കൂട്ടത്തിൽ കുറച്ച് ബീട്രൂട്ട്, അതായത് ചെറിയൊരു കഷ്ണം ബീട്രൂട്ടും അതുപോലെ ചെറിയൊരു കഷ്ണം ക്യാരറ്റും കൂടി ഞാൻ അരച്ച കൂട്ടത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഹെൽത്തിയാണ്. അതേപോലെ തന്നെ നമ്മൾ ഇന്ന് വൈറ്റ് കളറുള്ള ദോശയൊക്കെ ഇല്ലേ കഴിക്കുന്ന ദോശയായാലും അപ്പമൊക്കെ. അപ്പോൾ ഇന്നൊരു വെറൈറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ചെറിയൊരു പീസ് ബീട്രൂട്ടും അതേപോലെ തന്നെ ചെറിയൊരു പീസ് ക്യാരറ്റും കൂടി ഇട്ടപ്പോൾ കളറൊക്കെ നന്നായിട്ട് ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ടൈറ്റായിട്ടാട്ടോ മാവിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ലൂസാക്കാനുണ്ട്. അതായത് ഈ ഒരു പരുവത്തിൽ നമുക്ക് ദോശ ഇട്ട് കഴിഞ്ഞാൽ അതിലേക്ക് അപ്പമൊക്കെ ആയാലും നമുക്ക് കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്തായാലും മാവ് അരച്ച കൂട്ടത്തിൽ ഒട്ടും വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാട്ടോ ഇങ്ങനെ. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് ഉപ്പും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് മാവ് ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ. അതേപോലെ തന്നെ നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ ദോശ കഴിക്കാനൊക്കെ മടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ വെറൈറ്റി കളറിലൊക്കെ ഇങ്ങനെ ദോശയൊക്കെ ചുറ്റു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു മടിയും കൂടാതെ കഴിക്കുകയും ചെയ്യും. ദോശയ്ക്കായാലും ഒരു വെറൈറ്റി ടേസ്റ്റിൻ്റെ അടുത്ത് നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് പരീക്ഷിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ കുറച്ചായിട്ട് അതേപോലെ ചെയ്തിട്ട് അപ്പോൾ മാവ് ഇപ്പോൾ കറക്റ്റ് നമ്മുടെ ഒരു ദോശ മാവിൻ്റെ കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ഉപ്പ് വേണമെന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചിടാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇട്ടിട്ട് ഒന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കിയിട്ട് നോക്കിയാൽ കുറച്ചൊരു നുള്ളു ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതുകൂടി ഒന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കല്ലൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ തീ ഇപ്പോൾ കുറച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ ഒരു തുള്ളി എണ്ണയും കൂടി തേച്ചതിന് ശേഷം നമ്മുടെ അപ്പം ഓരോന്നായിട്ട് ചുട്ടെടുക്കണം. അപ്പോൾ ഞാൻ ഒരുപാടങ്ങ് നൈസായിട്ടും അല്ല എന്നാൽ ഒത്തിരി അങ്ങ് കട്ടിക്കുമല്ല. ഒരു ദോശ ചൂടുന്ന ആ ഒരു കൺസിസ്റ്റൻസിലാണ് ഞാനിപ്പോൾ ചൂടാൻ വേണ്ടി പോകുന്നത്. പിന്നെ നമ്മുടെ ആവണിക്കുട്ടി ഇപ്പോൾ നല്ല ഉറക്കാട്ടോ. കാരണം നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് മഞ്ഞ് വീഴുന്ന രീതിയിലാട്ടോ തണുപ്പുള്ളത് കൊണ്ട് തന്നെ സ്വെറ്ററൊക്കെ ഇട്ടിട്ടാട്ടോ രാവിലത്തെ നമ്മൾ തലേദിവസം തന്നെ സ്വെറ്റർ ഇട്ടിട്ടാട്ടോ വൈകുന്നേരം കിടക്കുമ്പോൾ കിടക്കുക. പിന്നെ രാവിലെ ഇതാ സ്വെറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല കേട്ടോ. കാരണം ഒരു 10 മണി 11 മണി വരെയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല തണുപ്പുണ്ടാവും കേട്ടോ. ആ സമയം വരെയൊക്കെ നമ്മൾ ദോശ ചൂടുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ വെച്ചിട്ടുള്ള വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഡയാനയ്ക്കുള്ള ഫുഡ് ആദ്യം വയ്ക്കാൻ കാരണം വേറെ ഒന്നുമില്ല. കാരണം നമുക്ക് ഡയാനയ്ക്ക് രാവിലെ ഫുഡ് കൊടുക്കാനായിട്ടില്ല. അപ്പോൾ രാവിലെ തന്നെ ഫുഡ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പിന്നെ കൊടുക്കാമല്ലോ. പിന്നെ അതിന് ശേഷം നമുക്ക് ചോറൊക്കെ വയ്ക്കാണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് സാധാരണത്തിൽ വയ്ക്കാണ്ട്. അപ്പോൾ എന്തായാലും ആൾക്കൊരു 9 മണിക്ക് മുന്നായിട്ട് നമ്മൾ ഫുഡ് കൊടുക്കുമല്ലോ. ചില ദിവസമാണെങ്കിൽ നമുക്ക് തലേദിവസം വെച്ച ചോറ് ഉണ്ടാവും. അപ്പോൾ ഞാൻ അതാട്ടോ കൊടുക്കരുത്. നമ്മുടെ ഡയാനയ്ക്ക് ഞാൻ സ്പെഷ്യലായിട്ട് തന്നെയായിട്ട് ചോറ് വയ്ക്കാറ്. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് എന്തായാലും അത് കൊടുക്കാനായിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡയാനയുടെ ഫുഡ് വെച്ചിട്ട് നമുക്ക് ബാലൻസ് ഉള്ള ബാക്കി പണികളൊക്കെ ചെയ്യാമെന്ന് വെച്ചിട്ട് രാവിലെ തീ പിടിച്ചതും അതന്നെ അങ്ങ് വെച്ചിട്ടുള്ളത്. ഇവിടെ വെള്ളമൊക്കെ ഞാൻ ഏതാ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും നന്നായിട്ട് തീ കത്തുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചോറ് ആയിക്കോളും. നമ്മുടെ ഇന്നത്തെ അപ്പത്തിൻ്റെ കൂട്ടൊരു വെറൈറ്റി കൂട്ടായതുകൊണ്ട് തന്നെ ആ ഒരു കല്ലിലേക്ക് ഇങ്ങനെ ചൂടായിട്ടുള്ള ഒരു കല്ലിലേക്ക് ഒരു മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു സ്മെല്ലൊക്കെ നമുക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് ദോശ ഒരു സൈഡിൽ നിന്ന് ചുട്ടുകൊണ്ടിരിക്കുന്നതിന് നമുക്ക് കടല ആട്ടോ ദോശയ്ക്കുന്ന കറി. അപ്പോൾ കടല ഞാൻ തലേ ദിവസം വെള്ളത്തിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടലയൊക്കെ നന്നായിട്ട് കുതിർന്ന് സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ എന്തായാലും കഴുകിയിട്ട് നമുക്ക് കുക്കറിൽ ഇട്ടിട്ട് പെട്ടെന്ന് കടലക്കറി ഒന്ന് സെറ്റാക്കി എടുക്കാം. പിന്നെ നമ്മുടെ തീ നല്ല അടിപൊളിയായിട്ട് കത്തുന്നതുകൊണ്ട് തന്നെ നിമിഷ നേരം കൊണ്ട് നമ്മൾ വെള്ളമൊക്കെ തിളച്ചിട്ടിട്ട് അവിടെ അരിയൊക്കെ ഞാൻ അളന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നാലും അരി നല്ല അടിപൊളിയായിട്ട് കഴുകി എടുക്കട്ടെ. കാരണം ഒരു 3-4 വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ട് തന്നെയാട്ടോ നമ്മുടെ ഡയാനയ്ക്കായാലും നമ്മൾ ഫുഡ് വയ്ക്കാറുള്ളത്. പിന്നെ അവളുടെ ഫുഡ് പെട്ടെന്നാകും കേട്ടോ. കാരണം പെട്ടെന്ന് വരുന്ന അരി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പച്ചവെള്ളത്തിൽ ഒരു 3-4 വട്ടം കഴുകിയതിന് ശേഷം ഒരു വട്ടം നമ്മുടെ ചൂടുവെള്ളத்தைയും കൂടി കഴുകിയതിന് ശേഷം കേട്ടോ നമ്മൾ അരി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പച്ചവെള്ളത്തിൽ കഴുകുന്നതുകൊണ്ട് തന്നെ നല്ല ഐസ് പോലെ ആട്ടോ വെള്ളം. കാരണം നല്ല ഉറവിന്ന് വരുന്ന വെള്ളം ആയതുകൊണ്ട് അത് രാവിലെയൊക്കെ നമ്മളിതുപോലെ പാത്രമൊക്കെ കഴുകാനുണ്ടെന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ടാസ്ക് തന്നെയാണ്. കൈയൊക്കെ ഇങ്ങനെ മരച്ചു കൂടും നമുക്ക് കുറേ പാത്രങ്ങളൊക്കെ കഴുകി വരുമ്പോഴത്തേനും. കാരണം അത്രയും നല്ല തണുത്ത് ഇങ്ങനെ ഐസ് പോലത്തെ വെള്ളം തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് കഴുകിയെടുക്കട്ടെ.
പിന്നെ ചില ദിവസങ്ങളൊക്കെ ഞാൻ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ ഓരോ പാത്രങ്ങളുടെയൊക്കെ സൗണ്ട് കേട്ട് നമ്മുടെ ആവണിക്കുട്ടി അധികം കിടന്നുറങ്ങാതെ പെട്ടെന്ന് തന്നെ ചാടി എണിച്ച് കൂടെ വരാറുണ്ട്. എന്തായാലും നല്ല അടിപൊളിയായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ കിടന്നുറങ്ങേണ്ടി കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എൻ്റെ ഒക്കത്തിൽ നിന്ന് മാറാതെ ചിലപ്പോൾ ഈ ഒരു പാചകത്തിലും കയറി നിൽക്കേണ്ടി വരും, കൂടെ ദോശ ചൂടാനൊക്കെ വരും കേട്ടോ. അപ്പോൾ എന്തായാലും കിടന്നുറങ്ങണം, അത്ര കിടന്നുറങ്ങട്ടെ. കാരണം ഇപ്പം ഒന്നും അവൾക്ക് പോകണ്ടല്ലോ, കുറേ സമയം കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്തായാലും അംഗൻവാടിക്ക് ഒരു 9:30 കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകാറുള്ളത്. അതിന് മുന്നേ നീപ്പിച്ച് പല്ലപ്പം തേക്കണം. ചിലപ്പോൾ നേരത്തെ നീച്ച് വരാനും ചാൻസ് ഉണ്ട്, എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കുക. അവളുടെ കാര്യം അതുകൊണ്ടൊന്നും അവൾ നീക്കുന്നതിന് മുന്നായിട്ട് തന്നെ ഞാൻ ഓൾമോസ്റ്റ് പണികളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തന്നെ കുറച്ച് ആശ്വാസം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ഇടയിൽ കയറിയിട്ട് അവൾക്ക് ഇതിൻ്റെ പൊക്കത്ത് കയറേണ്ടി വരും. അതേപോലെ തന്നെ കൂടെ ദോശ ഇടാനും മൊത്തത്തിൽ എല്ലാത്തിനും കൂടെ ഉണ്ടാവും. അങ്ങനെ എന്തായാലും അരിയൊക്കെ നന്നായിട്ട് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കായിട്ട് ഞാനൊരു ദോശ മറിച്ചിടാനൊക്കെ ഉണ്ടായിരുന്നു, പറഞ്ഞാൽ ചുട്ടൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ എന്തായാലും ഒഴിച്ചു കൊടുത്തു. കാരണം കല്ല് നന്നായിട്ട് ചൂടായിരിക്കും, നമ്മളത് കറക്റ്റായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ മറിച്ചെടുക്കാൻ നേരത്തെ ചിലപ്പോൾ അടിയൊക്കെ കരിഞ്ഞൊക്കെ പോയിട്ട്. അപ്പോൾ എന്തായാലും അതൊന്ന് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു അരി ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. എന്തായാലും അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നന്നായിട്ട് തീ കത്തുന്നുണ്ട് കേട്ടോ, ഒരു രക്ഷയിലാണ്, നല്ല അടിപൊളിയായിട്ട് കത്തുന്നുണ്ട്. അപ്പോൾ ചില ദിവസങ്ങളൊക്കെ രാവിലെ തീ പിടിപ്പിക്കാൻ ഭയങ്കര പാടാട്ടോ. അപ്പോൾ എന്തായാലും വിറകൊക്കെ വാരി വെച്ച് കിടക്കുന്നത്. അതുപോലെ തന്നെ നല്ല ചുള്ളി വിറകൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തീ പിടിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഈ കനമുള്ള വിറകൊക്കെ എന്ന് പറയുമ്പോൾ കത്തി പിടിച്ച് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കുമല്ലോ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ഏരിയയിൽ. നമ്മുടെ ആവണിക്കുട്ടി നീച്ചു നാട്ടെ തുന്നുന്ന കാരണം അതൊരു വിളി കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ദോശയും കൂടി ഒഴിച്ചതിന് ശേഷം അടച്ച് വെച്ച് നമ്മുടെ ആവണിക്കുട്ടിനെ പോയി എടുത്തിട്ട് വരാം. എന്താണ് നീച്ച് വരാത്തതെന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചപ്പോഴത്തേനും ആ ഒരു കാര്യത്തിൽ തീരുമാനമായിട്ടൊക്കെ കിട്ടും. വായിക്കിട്ടിട്ടാണ് ഞങ്ങൾ നീച്ച് വരുന്നത്. ഇനി മുഖമൊക്കെ ഒന്ന് കഴിയുക, ഞങ്ങൾ സെറ്റായി വരും. പറഞ്ഞേ ഞങ്ങൾ പറഞ്ഞ് എണീച്ചു അല്ലേ? ഉറങ്ങിയോ? കുറേ നേരം ഉറങ്ങിയോ പെണ്ണ്? ഉറങ്ങി എണീച്ചിട്ട് നേരെ അടുക്കളയുടെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്നെ കണ്ടത് അതേ സ്പീഡിൽ ഓടി വീണ്ടും ഇതാ ബെഡിൽ കയറി ഇരിക്കുവാണേ. കാരണം 2 വട്ടം വിളിച്ചു വിട്ടു. ഞാൻ അവിടെ ചെറിയൊരു പണിയിലായിരുന്നു. അപ്പോൾ അതിന് ശേഷം കേട്ടോ ഞാൻ വിളി കേട്ടു ഞാൻ, പക്ഷെ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ആളവിടെ ഓടി അടുക്കളയിൽ എത്തിയിട്ടു. പിന്നെ അതേ സ്പീഡിൽ എന്നെ കണ്ടത് ഓടി വീണ്ടും ബെഡിൽ കയറി. അല്ലേ കാന്താരി? ചുന്തിരി ഹായ് പറ, ഗുഡ് മോർണിംഗ് പറ. ഫോൺ അവിടെ ഉണ്ട്. ആരുടെയാ ഫോണ്? മാമിക്ക് ഫോണോ? കാന്താരി ഹായ് പറ. ഞങ്ങൾക്കിനെ പല്ല് തേക്കണം. പാവ ഫോണാണോ? പല്ല് തേക്കണം എന്ന് പറ. പല്ല് തേക്കണം, പല്ല് തേച്ച് അപ്പാപ്പ് കഴിക്കണം. നിങ്ങൾക്ക് അംഗൻവാടിയൊന്നും ഇല്ല അല്ലേ? ഇല്ല അന്ന് ഞങ്ങൾക്ക് ലീവാ. ചുണ്ടരി. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും, പല്ലൊക്കെ തേച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുളിക്കും. തണുപ്പൊക്കെ ഒന്ന് പോയിട്ട് ഞങ്ങൾ കുളിച്ചു. എന്നിട്ട് വേറെ ഉപ്പൊക്കെ ഇട്ട് ശുണ്ടരി ആയിട്ടിരിക്കും അല്ലേ? പക്ഷെ അവളൊന്ന് 2 പഠിക്കും അംഗൻവാടിയില്ലെങ്കിലും അല്ലേ? എല്ലാരും കളിയാക്കട്ടെ. അപ്പം ഇനി എന്താണ് നമ്മുടെ കുറുമ്പീനെ എടുത്ത് കുറച്ച് നേരം നടക്കുന്നുണ്ട്. കാരണം എപ്പം നീച്ചിട്ടല്ലോ, ഇപ്പം തന്നെ ചിലപ്പോൾ ഇവിടെ ആക്കി കഴിഞ്ഞാൽ അവളുടെ മൈൻഡ് മാറും, പിന്നെ അവൾക്കൊരു സങ്കടവും വിഷമൊക്കെ ആവും. അതുകൊണ്ട് ഞാൻ അവൾ നീച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം പിന്നെ അവളുടെ കൂടെ സ്പെൻഡ് ചെയ്യും കേട്ടോ. അവൻ എന്തായാലും ദോശയൊക്കെ അമ്മ ഓഫാക്കട്ടെ കേട്ടോ. പക്ഷെ കുറച്ച് വെച്ചിരിക്കണം, കരിയൊന്നുമില്ല. തൊപ്പി എടുക്കാം. ഇവിടെ നല്ല തണുപ്പായത് നമുക്ക് കുറേ നേരം സ്വെറ്ററും തൊപ്പിയും വേണ്ട. എന്തായാലും നമ്മുടെ ആവണിക്കുട്ടിക്കും തൊപ്പിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. വാവ തൊപ്പി എവിടെ കാണിച്ചു കൊടുക്കുവോ? ഈ തൊപ്പിയാണ് ഇടുന്നത്. ഞങ്ങൾ ABCD തൊപ്പി ഇടുന്നേ അല്ലേ? മറ്റേ തൊപ്പി വേണ്ട, മതി. തൊപ്പി സൂപ്പറാണോ ചോദിക്ക്. കെട്ടണോ അതിനിവിടെ? നീ ആയതുകൊണ്ട് കെട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ഊരിക്കളയും അതേപോലെ. അപ്പോൾ ഞങ്ങളിനി കുറച്ച് നേരം കളിക്കട്ടെ, അതിന് ശേഷം കാണാമെന്ന് പറ. എന്നിട്ട് ഞങ്ങൾ പല്ലൊക്കെ തേച്ചിട്ട് മിടുക്കിയായിട്ട് വരാമെന്ന് പറ. അപ്പോൾ ഓക്കെ ബൈ. അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടിക്ക് പല്ലൊക്കെ തേച്ച് കൊടുക്കണം. അങ്ങനെ കുറച്ച് ആവണിക്കുട്ടിയുടെ കുറച്ച് പരിപാടികളുണ്ട്. മീൻ്റെ അല്ല, മീനമാണ്. ബൈ ഉമ്മ. പെങ്കിസ് എങ്ങനെ കൊടുക്കണേ? നേരെ കൊടുക്ക്. അപ്പോൾ ഓക്കെ ബൈ. നമ്മുടെ ആവണിക്കുട്ടിക്ക് പല്ലൊക്കെ തേച്ച് കൊടുക്കട്ടെ. ഇത് ഞാൻ സൺഡേ എടുത്തൊരു വ്ളോഗാണ്. എന്തായാലും ഈ ഒരു വീക്ക് കടന്നു പോയതേ അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഇതാ പല്ലൊക്കെ തേച്ച് ഞങ്ങൾ വന്നിട്ടുണ്ട്. ആവണിക്കുട്ടി മമ്മ കഴിക്കുക അല്ലേ? എന്താ കഴിക്കണേ? ദോശ. ഞങ്ങൾ ദോശ കഴിക്കുവാണേ. എനിക്ക് കറിയൊന്നും വേണ്ടെന്നാണ്, കടലക്കറി ഉണ്ട്, അതുപോലെ ബീഫിൻ്റെ ഇടും. അപ്പോൾ 2 ആൾക്ക് വേണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവൾക്ക് വെറും ദോശ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ കൊടുത്തിരിക്കുവാണേ. മുറിച്ച് കഴിക്കും. വേണ്ട, ഇത് അവൾക്ക് ഇഷ്ടപ്പെട്ട ഭാഗങ്ങൾ മാത്രമേ അവൾക്ക് കഴിക്കുള്ളൂ കേട്ടോ. നമുക്ക് കുറച്ചിങ്ങനെ മുരുമുരാതാവാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു ദോശ അത്യാവശ്യം നന്നായിട്ട് മുരുമുര ആയിട്ടുണ്ട്. അപ്പോൾ
ചില ഭാഗങ്ങൾ അത്ര അങ്ങോട്ടായിട്ടില്ല, അപ്പോൾ അവൾ ആ ഭാഗം ഒന്ന് മാറ്റി വെച്ചിരിക്കുകയാണേ. അങ്ങനെ നമ്മുടെ ആവണിക്കുട്ടിക്ക് ഫുഡെല്ലാം കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ നേരെ പറമ്പിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം ഇന്ന് നമുക്ക് പണിക്ക് ചേട്ടന്മാർ ചേച്ചിമാരൊക്കെ ഉണ്ട്. വേറെ ഒന്നുമില്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ഇഞ്ചിക്ക് മണ്ണിടലും അതേപോലെ തന്നെ കാടൊക്കെ കളഞ്ഞൊന്ന് സെറ്റാക്കി എടുക്കുന്നതാണ്. അപ്പോൾ ആ ഒരു പണി തന്നെയാട്ടോ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. പണിയൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ താഴ്ഭാഗത്താട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെയാണ് നമ്മുടെ ഏലവും അതേപോലെ തന്നെ കാപ്പി, കുരുമുളക് എല്ലാം ഉണ്ട് കേട്ടോ. ഈ ഒരു ഭാഗം കൂടുതലായിട്ട് ഏലം തന്നെയാണ്. അപ്പോൾ ആ താഴെ ചേട്ടന്മാർ ചേച്ചിമാരൊക്കെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലതൊക്കെ ഇങ്ങനെ മണ്ണൊക്കെ ഇങ്ങനെ ഇല്ലാതെ മഞ്ഞളായാലും ഇഞ്ചിയാലൊക്കെ പുറത്തേക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി തുടങ്ങി കേട്ടോ. അപ്പോൾ അതിനൊക്കെ നല്ല രീതിയിൽ തന്നെ മണ്ണൂട് നിട്ട് കൊടുക്കുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് നല്ലൊരു ഗ്രോത്ത് കിട്ടാനും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയി വരാനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ആ ഒരു പണിയാണ് മെയിനായിട്ട് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കൂടുതൽ എനിക്കാണെങ്കിൽ കുറച്ച് കാന്താരി കൂടി പറിക്കേണ്ടതെന്ന് ഇവിടെയാണെങ്കിൽ ഇതാ ഞാൻ നിൽക്കുന്നതിന് തൊട്ടടുത്തായിട്ട് ഒരു കാന്താരി മൂത്ത് വളഞ്ഞ് നന്നായിട്ട് തന്നെ കായൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് മാത്രം ഒന്ന് പറിച്ചെടുക്കും. ഇവിടെ തന്നെ നമുക്ക് ഏകദേശം അടുപ്പിച്ചൊരു 3-4 കാന്താരിയുടെ തൈ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അത്യാവശ്യം നന്നായിട്ട് മൂത്ത് പഴുത്തൊരു ചെടിയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അത്യാവശ്യം വേണ്ടത് കുറച്ച് പറിച്ചെടുക്കുന്നതാ. ഇത് നോക്കി, ഇതിൽ ചിലതൊക്കെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം നന്നായിട്ട് മൂപ്പെത്തിയതിന് ശേഷം പഴുത്ത് തുടങ്ങിയിരിക്കുകയാണ്. നോക്കി ഇതിലിങ്ങനെ ഇല കാണാത്ത ഇത് അത്രയും ഇല എത്രത്തോളം ഉണ്ട് അതിൻ്റെ ഇരട്ടിയായിട്ട് നമുക്ക് കായും ഉണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ കാന്താരിൻ്റെ. പിന്നെ കാന്താരി എന്നൊക്കെ പറയുമ്പോൾ ഒരു 3-4 മതി. നമ്മുടെ പച്ചമുളകിൻ്റെ അത്രയും ക്വാണ്ടിറ്റി നമുക്ക് ഇടേണ്ട ആവശ്യമില്ല. അടുത്ത ഒരെണ്ണായാലും ഇതിൻ്റെ കറിക്കായാലും കാരണം നല്ല എരിവുള്ളതാണ്. പിന്നെ കാന്താരി എന്ന് പറയുമ്പോൾ ഒരുപാട് ഔഷധ ഗുണങ്ങളും കൂടി ഉണ്ടല്ലോ. കൊളസ്ട്രോളിലും അതുപോലെ തന്നെ ഒരുപാട് രോഗങ്ങൾക്കൊക്കെ പ്രതിരോധ ശേഷി കിട്ടാനൊക്കെ നല്ല അടിപൊളി തന്നെയാണ്. രാവിലത്തെ നമ്മുടെ കുറച്ച് പരിപാടിയൊക്കെ തീർന്നപ്പോഴാണ് ഞാനിങ്ങനെ നേരെ പറമ്പിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ രാവിലെ ഇങ്ങനെ പറമ്പിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നല്ലൊരു നല്ലൊരു എനർജി കേട്ടോ നമുക്ക്. കാരണം കിളികളുടെ സൗണ്ടായിട്ട് മൊത്തത്തിൽ ഒരുപാട് നമുക്ക് മനസ്സിനെ കുളിരണിയിപ്പിക്കുന്ന ഒരുപാട് കാഴ്ചകൾ ഇതേപോലെ കാണാൻ വേണ്ടി പറ്റും. നോക്കിയതാ ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ പൂക്കാതെ ചോളമൊക്കെ വീണ്ടും പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇതൊക്കെ കുറച്ച് ദിവസം കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ വേണ്ടി പറ്റും. കാരണം ചോളമൊക്കെ നട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയൊരു കാത്തിരിപ്പാടോ. കാരണം പെട്ടെന്ന് തന്നെ അതിൽ വിളവ് കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് അത് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പാടോ. അപ്പോൾ ഇതൊക്കെ നട്ടിട്ട് നമുക്ക് ഒരുപാട് ടൈമൊന്നും ആയിട്ടത് നോക്കി ചിലതൊക്കെ കതിര് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു കതിര് വന്നതൊക്കെ അത്യാവശ്യം പെട്ടെന്ന് തന്നെ സെറ്റായി വന്നോളൂ. അപ്പോൾ എന്തായാലും അടുത്ത ദിവസങ്ങളായിട്ട് നമുക്ക് എന്തായാലും ചോളമൊക്കെ പറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും കുറച്ച് കാന്താരി പറിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്തായാലും ഇനി നമ്മൾ വ്ളോഗ് എടുത്തുകൊണ്ട് നിന്നാൽ നമ്മുടെ ഇന്നത്തെ പണി ഒന്നും നടക്കില്ല കേട്ടോ. അപ്പോൾ എന്തായാലും കുറേ പണികൾ ഇവിടെ അതുപോലെ തന്നെ നമുക്ക് വീട്ടിലായാലൊക്കെ ചെയ്യാണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും എൻ്റെ പണിയിലേക്ക് ഇറങ്ങട്ടെ. എന്തായാലും നമ്മുടെ ഇന്നത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടോ ഈ ഒരു വ്ളോഗിലൂടെ ഉൾപ്പെടുത്തില്ല. എന്നാലും ഇവിടെ ആരും നോക്കി തൊട്ടടുത്ത് കുറേ ചെടികൾ ഇങ്ങനെ ചോളം ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയുടെ കാണാം.